ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഗൈസ്. ഞാനും കുറച്ച് നാളായും തോന്നുന്നു വ്ളോഗ് എടുത്തിട്ട്. എനിക്ക് തോന്നുന്നു കാർത്തിക്കിൻ്റെ വ്ളോഗിലായിരുന്നു കൂടുതലും വന്നുകൊണ്ടിരുന്നത്. ബിക്കോസ് അവൻ വ്ളോഗ് എടുക്കുമ്പം നമ്മളതിൻ്റെ ഇടയിൽ വ്ളോഗിൻ്റെ ഇതുമായിട്ട് ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ക്ലാഷ് വരുന്നത് ഫീൽ ചെയ്തു. അപ്പം വിചാരിച്ചത് എന്തായാലും ആര് വ്ളോഗ് എടുക്കുന്നു അവരെ അങ്ങ് വ്ളോഗ് എടുക്കാൻ അങ്ങ് വിട്ടേക്കാന്നുള്ള സെറ്റപ്പിലാണ്. ഇന്നലെ എൻ്റെ അടുത്ത് അവൻ വ്ളോഗ് എടുക്കാൻ മനസ്സിലായി. അപ്പം ഞാൻ വ്ളോഗിങ് സെറ്റപ്പ് കൊണ്ടുപോയില്ല. അപ്പം വീണ്ടും ഇന്നും അവൻ്റെ വ്ളോഗിലായിരിക്കും ഗൈസ് ഞാൻ. അപ്പം ഇന്ന് മുതലാണെന്ന് തോന്നുന്നു ഞാൻ എൻ്റെ വ്ളോഗായിട്ട് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ആദ്യം നേരെ കഫിക്കാനിലോട്ട് പോവുകയാണ്. ആസ് യൂഷ്വൽ അവിടെ യാസർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കോഫി കിട്ടുന്നൊരു സ്ഥലം നമ്മളെ കൊച്ചിയിൽ എനിക്ക് തോന്നുന്നു വേറെ അധിക സ്ഥലങ്ങളില്ല. ഉണ്ട്, കോഫി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, പക്ഷേ ഇവിടുത്തെ അത്രയ്ക്കൊരു മെനയില്ല ഗൈസ് ബാക്കിയുള്ളിടത്തുള്ള കോഫി കുടിക്കുമ്പോൾ. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പല ടൈപ്പ് കോഫിയും ഉണ്ട്, പ്രോപ്പർ സാധനം കിട്ടും. മനസ്സിലായല്ലേ? കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്, മിക്ക സ്ഥലത്തുനിന്നും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു കോഫി കുടിക്കണമെന്ന് തോന്നുമ്പോൾ കഫിക്കാൻ തന്നെയാണ് ഗൈസ് ബെസ്റ്റ് ഓപ്ഷൻ. അപ്പം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സർവീസും അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും എല്ലാം കൂടെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. എനിക്ക് അങ്ങനെ ഒരു കണക്ഷൻ വന്നു കഴിയുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ സ്ഥലത്തേക്ക് പോകാറുള്ളൂ. ബാക്കിയുള്ള സ്ഥലം എന്ന് കഴിഞ്ഞാൽ ബിസിനസ് ഒരു സൈഡ്, എന്നാൽ വരുന്ന കസ്റ്റമേഴ്സുമായിട്ടൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാക്കുന്നത് വേറൊരു സൈഡാണ്. അപ്പം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ കസ്റ്റമർ കെയറിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് നല്ലപോലെ അറിയാം. ആ ഒരു പേഴ്സണൽ കണക്റ്റും ബോണ്ടും ഒരു ഡിഫറെൻറ്റ് സാധനമാണ് ഏത് ഫീൽഡിലായാലും ശരി. അതിപ്പം ഫുഡ് വയ്ക്കുന്ന സ്ഥലമായാലും ശരി, യൂട്യൂബിലായാലും ശരി, സിനിമയിലായാലും ശരി, നമുക്ക് ഈ ഓഡിയൻസുമായിട്ടൊരു പേഴ്സണൽ കണക്ട് വേണം ഗൈസ്. എന്നാലേ ആ ഒരു ബോണ്ട് സ്ട്രോങ് ആകത്തുള്ളൂ. അല്ലാതെ മൊത്തം നമ്മുടെ ആയിട്ടുള്ളൊരു സെൽഫിഷ് ഇൻട്രസ്റ്റ് മാത്രം നോക്കിയിട്ട് ഒരു കാര്യമില്ല. ലൈക്ക് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ചിന്തിക്കുന്ന ഒരു ആസ്പെക്ട് നോക്കിയിട്ടേ കാര്യമുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഇങ്ങനത്തെയൊക്കെ ചില സ്ഥലങ്ങളിൽ എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. ലൈക്ക് അവർ ഞാനിപ്പം വ്ളോഗർ ആയതുകൊണ്ടൊന്നുമല്ല, ഞാൻ വ്ളോഗിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ പോകാറുണ്ട് സ്ഥിരമായിട്ട്. അപ്പോൾ അവനെ സത്യം പറഞ്ഞാൽ അവിടെ സഹൽ എന്ന് പറയുന്ന പുള്ളിയാണ്, അവനാണ് എന്നെ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തത് വ്ളോഗിങ് തുടങ്ങാനായിട്ട്. എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉള്ളത് അവനറിയാം, പക്ഷെ അവൻ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ അവരുടെ ഫസ്റ്റ് മറ്റേ കഫേ റേവ് പാർട്ടി വ്ളോഗ് ചെയ്തത്. അവൻ തന്നെ എനിക്ക് ഇതുണ്ടാക്കി തന്നെ ചെയ്തോളാൻ പറഞ്ഞായിരുന്നു. അങ്ങനത്തെ ആ ഒരു മോട്ടിവേഷനൊക്കെ തരുന്ന ഒരു സ്ഥലം നമുക്ക് ഞാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉള്ളത് വളരെ കുറവാണ്. ആൾക്കാർ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഇൻട്രസ്റ്റും കൂടെ നോക്കി ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ടാണ്, അല്ലാതെ എനിക്ക് അവിടെ ഷെയർ ഒന്നും ഇല്ല ഗൈസ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അവനുമായിട്ട് നല്ല ബോണ്ടുണ്ട്, നല്ല കണക്ഷനാണ്. പിന്നെ ആ ഒരു ഫാമിലി മൊത്തം നല്ല ക്ലോസ് ആണ്. അതാണ് സംഭവം. അല്ലാതെ നമ്മൾ കഫിക്കാനയുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ല ഗൈസ്. അപ്പോൾ ഇന്നലെ എൻ്റെ അടുത്തൊരു സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ചായിരുന്നു. അവൻ ഇന്നലെ കഫിക്കാനെ പോയി. അവനും എന്തോ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ അവർ നല്ല രീതിയിൽ കോഫിയെ പറ്റി എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് അവൻ ഭയങ്കര ഇതായിരുന്നു. ഇത്രയും നല്ല സർവീസ് അവൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. അപ്പോൾ എനിക്ക് നല്ല മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. അപ്പം ഞാൻ പറയുന്നത് ഇതാണ് കേസ്. അപ്പം അതാ നമ്മൾ പറയുന്നല്ലോ, നിങ്ങൾ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് ഫ്രം അതർ കഫേസ്. അത് നിങ്ങൾക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് ചിലപ്പം ഇഷ്ടപ്പെടാതിരിക്കാം, അത് എനിക്ക് അറിയത്തില്ല. പക്ഷേ ദിസ് ഈസ് എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ കഴിച്ചു. അപ്പോൾ എന്തായാലും യാസർ വന്നിട്ടുണ്ട്, അവനെ പോയി കാണാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നോക്കാം. എനിക്ക് കുറച്ച് ഫോട്ടോ എഡിറ്റ് ചെയ്യാനും കൂടെ ഉണ്ട്. അപ്പം അതും അവിടെ ഇരുന്ന് പറ്റുമെങ്കിൽ പോയി ഒന്ന് ചെയ്യാമെന്നുള്ള പ്ലാനിലാണ്. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്, ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ടിങ്. ബൈ. നമ്മൾ കഫിക്കാനെ എത്തിയിരിക്കുകയാണ് വിത്ത് സഹൽ ബായ് ഈസ് ഹിയർ, ബാക്ക് ഫ്രം കാലിക്കറ്റ്. അതൊക്കെ വിശേഷം? എന്തൊക്കെ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ അതിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഗൈസ് തറവാട്ടിലെത്തിയിരിക്കുകയാണ് കഫിക്കാനയിൽ. കയറിയിട്ട് വരാം ഗൈസ്. ആരാ വരുന്നേ നോക്കൂ ഗൈസ്, ആരാ വരുന്നേ. കുറച്ച് നാളായല്ലോ കണ്ടിട്ട്. വെൽക്കം അഗെയിൻ. ഗുഡ്. അതുണ്ട് കഴിഞ്ഞ ഷോപ്പിംഗ് ഒക്കെ? ഓ മെലിഞ്ഞ് ജിമ്മിലൊക്കെ പോയി സെറ്റായി ഗൈസ്. ഓക്കെ. ഞാൻ നീ നൊമാഡിയനെ കൊണ്ടുവരുമെന്നാണ് വിചാരിച്ചത്, പെട്ടിയിലിട്ട്. നാട്ടിലെവിടെ? തൃശ്ശൂർ. നാട്ടുകാര് സെയിം. നൈസ്. റോഡ് പേരെങ്ങനെ? ആദിലല്ലേ? ഓക്കെ ഗൈസ്, ആദിലും യാസറും എത്തിയിരിക്കുകയാണ്. നമ്മളല്ലേ ഗൈസ് ഇപ്പം എവന് ഷെയർ ഹോൾഡറാണ്. വരുന്നുണ്ട് ഗൈസ്, ഞാൻ പോരാ. വെയിറ്റ്. ഇതാണോ ഐറ്റം? ഇതെന്താ സാധനം? ഇതാണോ നെഗ്രോണി? ഓ നെഗ്രോണി അവിടെ കേട്ടോ. മക്രോണി അല്ല, ഞാനും അത് മക്രോണിയാണെന്ന്. നെഗ്രോണി. ഈ നെഗ്രോണി എന്ന് പറഞ്ഞാൽ വേറെന്തോ സാധനം ഉണ്ടല്ലോ, വൈനോ ഡ്രിങ്ക് എന്തോ, വേറെന്തോ ഡ്രിങ്ക് ഉണ്ട്. കോഫിയുടെ പേര് നെഗ്രോണി എന്നല്ല. ഓ സീൻ സാധനം ഗൈസ്, കൊള്ളാം. ദിസ് ഈസ് ഗുഡ്. യൂസ് മാറി ഇതായി. സെയിം ഇൻഗ്രീഡിയൻസ് ആണ്? അല്ലല്ല, ചെറിയൊരു ഫിസ് ഉണ്ട്. കൊള്ളാം കേട്ടോ ഈ സാധനം. ആപ്പിളിന്റെ ഓട്ടോ ഫോക്കസ്. ഓ മൈ ഗോഡ് ഗൈസ്, ഈ സാധനം കൊള്ളാം. പുതിയ ഡ്രിങ്ക്. ഇത് മെനുവിലുണ്ടോ? പുതിയ മെനുവില്ല. ഓക്കെ ഗൈസ്, സാധനം പുതിയ മെനുവിലുണ്ട്. പൊളി സാധനം. ഒറ്റ വലിക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി പോകും. ചെറുതായിട്ട് കുടിക്കാം. കാർത്തിക് ഒന്നും ഇത് കുടിച്ചിട്ട് പഴകിയ കോഫി എന്നൊക്കെ പറഞ്ഞിടാവേ.
പക്ഷെ അവൻ്റെ വൈഫിന് ഇഷ്ടപ്പെട്ടു, അവൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ സൗദിയിൽ നിന്ന് ഇറക്കിയ ആളാണ്, പുള്ളി ഓണറാണ്, ഇവിടെ ഒളിച്ചിരിക്കണമെന്നേ ഉള്ളൂ. സൗദിയിലാണ് ഓപ്പറേഷൻസ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാട്ടിൽ വരും. റഫീൽ ഭായ്, ബെസ്റ്റ്. ഞാൻ നിങ്ങളെ പോക്കി പറയാമെന്ന് നിങ്ങൾ എനിക്കിട്ട് അറിയാം. റഫീൽ ഭായ്, ഞാൻ ഇവിടെ ഷെയർ ഹോൾഡർ ആണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ ജെന്യുവൻലി ഞാൻ പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഉണ്ട് ഗൈസ്, അതിൻ്റെ സ്നേഹം മാത്രം, അതാ ഒരു ഷെയറും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാവരും ഞാൻ പറയില്ല, എല്ലാവരും വിളിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ഷെയർ ഹോൾഡർ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല ഗൈസ്. ഞാൻ ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഉദ്ഘാടന ദിവസം പോലെ നമ്മളിവിടെ ഉണ്ട്. ആ ഗൈസ്, നമുക്ക് എല്ലാവരും അറിയാം. അപ്പൊ അവനുമായി അവൻ ഇവിടെ വന്നിട്ട് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് കഫിക്കാനേ പോണ്ടേന്ന്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ വരുന്നവരെന്തായാലും ഉറപ്പായിട്ട് തിരിച്ചു വരും. ബിക്കോസ് സർവീസ് ഇസ് റിയലി ഗുഡ്, ബെസ്റ്റ് ഇൻ ടൗൺ. ആ ഞാൻ വന്ന് ആലോചിക്കുക, ദുബായിൽ നിന്നുള്ള പയ്യന്മാർ ഇതാ വന്ന് പറയുന്നത്. അതൊരു ഓൺട്രപ്രണർ. സൗദിയിലൊരു ബ്രാഞ്ച്. പക്ഷേ ഞാൻ പോയി നെഗ്രോണി കുടിക്കട്ടെ ഗൈസ്. ഇങ്ങനെയാണ് മാച്ച ഉണ്ടാകുന്ന. ഇത് പൗഡറായിരുന്നാ? പൗഡറിനെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം, മാച്ച ഉണ്ടാക്കുന്ന സംഭവം. എൻ്റെ അടുത്ത് അന്ന് ഫാദർ പറഞ്ഞു പുതിയ പുതിയ ഐറ്റംസ് വരുന്നുണ്ടെന്നോ. മാച്ച എനിക്ക് ഇഷ്ടമാണ്, മാച്ചയും കോക്കനട്ട് അത് ഇഷ്ടമാണ്. പിന്നെ വേറെ എന്തെങ്കിലും വെറൈറ്റി സാധനം ഉണ്ടെങ്കിൽ പറഞ്ഞു. മാച്ച ലാറ്റയും കുടിച്ചിട്ടുണ്ട്. ആണോ? അത് ഏതായിരിക്കും? ബ്ലൂബെറി ആയിരിക്കും അല്ലേ? സ്ട്രോബെറി പിന്നെ കുറച്ച്. ആണോ, നിനക്കേതാ ഇഷ്ടം? റെഗുലറാ? കോഫി ഇഷ്ടമല്ല? ഓ ഐ സി. ഓ അത് നല്ല പണിയാണല്ലോ ഇത് മാച്ച ഉണ്ടാക്കില്ല. പക്ഷെ നേരെ ഇതാണ് അതിൻ്റെ എക്യുപ്മെന്റ്. അത് ഞാൻ എക്യുപ്മെന്റ് കണ്ടത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതാണ് സാധനം, മാച്ചയായിട്ട് മിക്സ് ചെയ്യാനുള്ള ഒരു ഐറ്റം. കൊള്ളാമല്ലേ ഈ സാധനം? ഇതാണ് ഐറ്റം ഗൈസ്. ഷട്ടിൽ കോക്ക് പോലെ ഇരിപ്പുണ്ട്. നീ മിക്സ് ചെയ്യണ്ട, തരി ഉണ്ടാവാൻ പാടില്ലല്ലോ അല്ലേ? അങ്ങനെയാണ് ഒഫീഷ്യൽ മാച്ച മിക്സർ ഇവിടുത്തെ. ഗൈസ് ഇതാണ് മാച്ച മിക്സിങ് സെറമണിയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ കഫിക്കാൻ അപ്ഗ്രേഡഡ് ആയി. ഇവിടെ ഇപ്പം ഇന്റർനാഷണൽ സാധനങ്ങളൊക്കെയാണ് ഗൈസ്. കോഫി കുറച്ച് കാലേ ഉള്ള. ഓഹോ, അപ്പം കുറച്ച് കാലത്തേക്ക് ഇന്റർനാഷണൽ ആണ് ഗൈസ്. അല്ല, ഈ സാധനമൊന്നും എല്ലായിടത്തും ഇല്ലല്ലോ. പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ തന്നെ കൊള്ളാം. നല്ല രസമാണ്, അടിപൊളി. ഇനി ഇത് മിക്സ് ചെയ്ത് അങ്ങ് അടിച്ചതല്ലേ? ഇതാണ് ഗൈസ് മാച്ച. നല്ല രസമാണല്ലേ? അങ്ങനെ ഗൈസ് ഇതാണ് മാച്ച. അപ്പം ഇത് ഇവരുടെ പുതിയ കുറച്ച് ഡ്രിങ്ക്സ് ആണ്. ഓൾറെഡി വലിയ വെറൈറ്റി ലെവൽ ഓഫ് സ്പെഷ്യാലിറ്റി കോഫീസ് ഉണ്ട്. അപ്പം അതിൻ്റെ കൂടെ അവർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമാണ് മാച്ച. പിന്നെതാ ഈ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നെഗ്രോണി. സംഭവം കൊള്ളാം. നല്ല ഇത് ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സാധനം. മാച്ച ലാറ്റെ ട്രൈ ചെയ്യുന്ന യാസർ. ഓക്കെ ഗൈസ്, അവൻ കുടിച്ചവന് ഇഷ്ടപ്പെട്ട്. എങ്ങനെയുണ്ട്? കൊള്ളോ? അപ്പോൾ ശരി ഗൈസ്, ഞാനും ഒന്ന് സിപ്പ് അടിച്ചോട്ടെ. ഗുഡ്. അപ്പോൾ എല്ലാവരും വന്ന് നെഗ്രോണി ട്രൈ ചെയ്യുക ഗൈസ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കോൾഡ് ബ്രൂ സാധനം. മാച്ച എനിക്ക് അറിഞ്ഞൂടാ, അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിക്കാം, അല്ലെങ്കിൽ സ്കിപ്പ്. ബൈ ബ്രോ, അപ്പോൾ കാണാം. ബൈ. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് പോവല്ലേ? സേവനം കൊണ്ടുവന്ന് ആലുവയിൽ വിടാം ഗൈസ്, എന്നിട്ട് വരാം. ബൈ. ഓക്കേടാ. അപ്പം കഴിക്കുന്നില്ലേ? ഇല്ലല്ലേ, ഇനിയിപ്പം വേറെ എവിടെ നിന്ന് കഴിക്കാം. നീ പോവല്ലേ? നിങ്ങളിപ്പം ടാക്സിയിൽ പിടിച്ച് പോവല്ലേ? അത് ചേട്ടാ കാണാം. ബൈ ബ്രോ, അപ്പോൾ കാണാം. ബൈ, ടാറ്റാ, ഗുഡ് നൈറ്റ്. അപ്പോൾ ശരി ഗൈസ്, താജ് വിവാന്ത തുടങ്ങിയ കേസ് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. നല്ല അടിപൊളി ഹോട്ടൽ, എയർപോർട്ടിൽ പോണ വഴിക്കാണ്. ഒരു രക്ഷയില്ല കേട്ടോ, അത്യാവശ്യം സെറ്റാണ്. അങ്ങനെ യാസറിനെ വിട്ടിരിക്കുകയാണ് ഗൈസ്. ഇനി എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാണ്. വിവാന്തയിൽ പുതിയ ഹോട്ടലാണ്, അത്യാവശ്യം നല്ല ബുഫേ ആയിരുന്നു അവൻ പറഞ്ഞിരുന്നത്. രാവിലെ വന്ന് കഴിച്ചതാണ്. ഇവിടെ നിന്ന് കഴിക്കണോ വേറെ എവിടെ നിന്നെങ്കിലും കഴിക്കണോ എന്നുള്ളതൊരു കൺഫ്യൂഷനാണ്. എന്തായാലും നോക്കട്ടെ, പറ്റുമെങ്കിൽ എക്കോ എന്നുള്ള മൂവിയും കാണണം. ജസ്റ്റ് ടിക്കറ്റ് കിട്ടുമോ നോക്കട്ടെ. എന്നാൽ ഇനി വീണ്ടും വരാം ഗൈസ്. ബൈ ഗൈസ്. അങ്ങനെ അത് നല്ല ലൈറ്റ് കേട്ടോ. അവസാനം ഞാൻ ലിറ്റിൽ സോയിൽ തന്നെ വന്നു ഗൈസ് വീണ്ടും. എനിക്ക് അന്ന് റൈസ് ബൗൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഐ തോട്ട് ഇന്ന് എന്തായാലും വന്ന് അതൊന്ന് ട്രൈ ചെയ്യാം. നല്ല അടിപൊളി ലൈറ്റ് കേട്ടോ. ഇവിടെ വന്ന് വ്ളോഗ് എടുക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ എന്തായാലും കയറി കഴിക്കട്ടെ ഗൈസ്. ലെറ്റ് സി, ഇന്നെന്തെങ്കിലും ഒന്നെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റൈസ് ബൗൾ ട്രൈ ചെയ്യാം. അങ്ങനെ നമ്മൾ വീണ്ടും ലിറ്റിൽ സോയിലെത്തി. എന്നാലും മെനു പുതുതായിട്ട് മാറ്റിയതോടുകൂടി അടിപൊളിയായിട്ടോ. ഒരുപാട് നൈസ് സാധനങ്ങളുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇന്നൊരു സ്റ്റാർട്ടറും
ഏതെങ്കിലും റൈസ് ബോൾ തന്നെ പുതിയ അന്ന് കഴിക്കാത്ത റൈസ് ബോൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഒരു ഇത് ഈ ഹൈനാൻ റോസ്റ്റ് ചിക്കൻ റൈസ് ബോളാണ്. നമ്മൾ ഓൾറെഡി ഇത് ലാസ്റ്റ് ടൈം ട്രൈ ചെയ്ത്. നോ വി വിൽ ട്രൈ ഹൈനാൻ റോസ്റ്റ് ചിക്കൻ റൈസ് ബോൾ. കൊള്ളാൻ തോന്നുന്നു ഗൈസ്. ലെറ്റ്സ് സീ. എന്തായാലും ഓർഡർ ചെയ്യട്ടെ ഗൈസ്. ഞാൻ എന്തായാലും ഡിസൈഡ് ചെയ്യട്ടെ എന്താണ് വേണ്ടതെന്നുള്ളത്. വേണ്ടിവരാം അങ്ങനെ ഗൈസ് നമ്മൾ ഓർഡർ കൊടുത്ത് ഞാൻ ഒരു ഹൈനാൻ റോസ്റ്റ് ചിക്കൻ റൈസ് ബൗളും ഒരു ഷെസ്വാൻ ഡംപ്ലിംഗ് പോലത്തെ ഒരു സംഭവം റൈസ് നൂഡിലിൻ്റെ എന്തോ സാധനമാണ്. ഞാൻ കഴിച്ചിട്ടില്ല. മുമ്പ് ഇവിടെ ഒരു ഷെസ്വാൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു ഡംപ്ലിങ്സ്. അത് സൂപ്പറായിരുന്നു. ഷാസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം. ഈ പ്രാവശ്യം അവർ അതിൻ്റെ ഒരു വേരിയേഷൻ പോലെ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ലിച്ചിയുടെ ഒരു ജ്യൂസ്. അപ്പം ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. റൈസ് ബോൾ കുറച്ച് ഹെവി ആവാൻ ചാൻസ് ഉണ്ട്. ബാക്കി വന്നാൽ വലിയ കൊണ്ടുപോകാം. അപ്പോൾ ശരി ഗൈസ്, സാധനങ്ങൾ വരട്ടെ ഗൈസ്. നമ്മുടെ ഡ്രിങ്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഒരു വേഫറൊക്കെ വെച്ചിട്ടുണ്ട്. ലിച്ചിയുടെ അതിൻ്റെ മുകളിൽ വേഫർ വെച്ചേക്കുന്നതെന്ന് മനസ്സിലാകുന്നു. പക്ഷെ എന്തായാലും വേഫർ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇവിടെ ഒരു അമ്മമ്മ ഇവിടെ ബ്രാൻഡ് അംബാസഡറാണ് അമ്മമ്മ. പണ്ട് പോലെയുണ്ട്. ഓ അടിപൊളി വേഫർ. എത്ര പേർക്ക് ഇഷ്ടമാണ് കഴിച്ചു വേഫർ. വേഫർ എന്ന് പറഞ്ഞ സാധനം ഞാൻ പണ്ട് കൊച്ചിനെ പോലെ കഴിച്ചതിന് കയ്യും കണക്കില്ല. ഓ അതിൻ്റെ ആ ഒരു അകത്തുള്ള ക്രീം സാധനം ഉണ്ടല്ലോ, അഡിക്ഷനാണ് കഴിച്ച്. ചില വേഫറൊക്കെ ഭയങ്കര ഇപ്പോഴും കിട്ടും, സ്വിഗ്ഗിയിലൊക്കെ കിട്ടും. വാനില ക്രീം വേഫർ കിട്ടും. അത് നിങ്ങൾ വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ബെറ്റ് വയ്ക്കണം നിങ്ങൾക്ക് അത് ആ പാക്കറ്റ് മൊത്തം നിങ്ങൾ കഴിച്ച് തീർക്കും. ആ ലെവല് സംഭവമാണ് കേട്ടോ. ഇപ്പം എന്നെ ഓർമ്മിപ്പിച്ച് അതിൻ്റെ മുകളിൽ ഗാർണിഷായിട്ട് കൊണ്ടുവന്നത് വേഫർ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഇത് മൊത്തം ലിച്ചിയാണെന്നാണ് എൻ്റെ. ലിച്ചിയും വേറെ എന്തൊക്കെയോ ഉണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യട്ടെ കഴിച്ച് നല്ല കുടിച്ചോ. കൊള്ളാം. നല്ല ഗ്ലാസ് കേട്ടോ. അത്ര ടോൾ ഗ്ലാസ്സാണ്. ഈ സ്റ്റോറെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കലക്കുമ്പോൾ തന്നെ അതിൻ്റെ അറ്റം അങ്ങ് ചളങ്ങും. ഒന്നെങ്കിൽ വരെ ഇതിൻ്റെ അകത്തൊരു സ്റ്റിറർ വയ്ക്കണം, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ കട്ടിയുള്ള സ്ട്രോ ആണ്. ഇതിപ്പോൾ പേപ്പർ മൊത്തത്തിൽ കലങ്ങി വരുമ്പോഴേക്കും. പിന്നെ അവർ വേറെ എക്സ്ട്രാ സ്ട്രോ തന്നിട്ടുണ്ട്. അതിന് കുഴപ്പമില്ല. ടേസ്റ്റ് ചെയ്തോട്ടെ ജ്യൂസ്. ഓ പോരാ. ഇതിൻ്റെ എന്താണ് ആഡ് ചെയ്തേക്കണമെന്നുള്ളത് ഒരു പഴകിയ ലിച്ചിയുടെ ടേസ്റ്റ്. പോരാ ഗൈസ്, ഫ്ലോപ്പായി. എന്താ പറയുക, ഇതൊരുമാതിരി എന്തോ കൂടുതൽ പഴുത്ത ലിച്ചി ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് പഴുത്ത ലിച്ചി ജ്യൂസാക്കിയ പോലൊരു ഫീലിംഗ്. വർക്കായില്ല. ശരി ഗൈസ്, ഫുഡ് വരട്ടെ. ബൈ. ഇതാണ് നമ്മുടെ ഷെസ്വാൻ ചിക്കൻ റോള്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇത് റൈസ് നൂഡിൽ, പക്ഷേ ഫ്ലാറ്റ് ആയിട്ടുള്ള റൈസ് നൂഡിലിൻ്റെ അകത്ത് ഫില്ലിങ്. ഇതാണ് അതിൻ്റെ സോസ്. ഈ സാധനം എന്നിട്ട് ഇതാണ് സോസ്. ഇതിൻ്റെ പുറത്തോടെ ഒഴിക്കണമെന്ന് തോന്നുന്നു. ആദ്യം എത്ര ഒഴിക്കാൻ ഗൈസ്. ചോപ്സ്റ്റിക്ക് അവിടെ. ഓക്കെ, ഞാൻ എൻ്റെ ട്രൈപോഡ് കൊണ്ടുവന്നില്ല, അതുകൊണ്ട് ഇത്തിരി പാടാണ് എല്ലാം കൂടെ ചെയ്യാൻ. ഇത് ചോപ്സ്റ്റിക്ക് വെച്ച് എടുക്കാൻ കുറച്ച് പണിയാണ്. ബിക്കോസ് ഈ സാധനം അത് വെറൈറ്റിയാണ്. ബിക്കോസ് ആ റൈസ് പേപ്പറിൻ്റെ കോട്ടിങ് കൊള്ളാം. വെറൈറ്റി. ഡംപ്ലിങ്ങിൽ സാധാരണ ഡംപ്ലിങ് പോലെ അല്ല. മറ്റേതിൽ ഫില്ലിങ് കുറച്ച് ഗാർലിക്കിൻ്റെ ഓവർ പവറിങ് ഉണ്ട്. ഫ്രൈഡ് ഗാർലിക്കൊക്കെ വെച്ചിട്ടുണ്ട്. ചിക്കനും കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഇതാണ് കഴിയുന്നത് നമ്മുടെ റൈസ് ബൗള്. ഹൈനാൻ ചിക്കൻ, എന്താ ഹൈനാൻ റോസ്റ്റഡ് ചിക്കൻ എന്നാണ് റൈസ്. ഇത് റൈസ് എന്താണ്, ഫ്രൈഡ് റൈസ് പോലത്തെ എന്തോ സംഭവം. പിന്നെ ഇത് 2 ടൈപ്പ് ഓഫ് സോസാണ്. ഒരെണ്ണം ചില്ലി ഒരെണ്ണം ഗാർലിക് ആണെന്ന് തോന്നുന്നു. ടേസ്റ്റ് ചെയ്താലേ മനസ്സിലാവും. ഇതാണ് റോസ്റ്റ് ചിക്കൻ. ഇത് അതിൻ്റെ കൂടെ വരുന്ന സൂപ്പാണ്. ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം കൊള്ളാവില്ല. ഗൈസ്, ഇതാണ് സൂപ്പ്. കുടിച്ചു നോക്കട്ടെ. കൊള്ളാം. നല്ല ബ്രോത്ത്. കൊള്ളാം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു തിക്ക് സോസ് ഉണ്ട്. ഈ സാധനം കൊള്ളാം കേട്ടോ. ആ സോസും ഇതിൻ്റെ കൂടെ ഒരു തിക്ക് സോസ് ഇട്ടുണ്ട്. അതും കൊള്ളാം. അതും ഇതുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അടിപൊളി. വെരി ഹാർട്ടി ആയിട്ടുള്ള ഫ്ലേവർ. ഇതാണ് അതുമാതിരി ചില്ലി ചിക്കൻ പോലത്തെ അതിൻ്റെയൊക്കെ ഉള്ളൊരു തിക്നെസ് ഉണ്ട്. അതുമാതിരി ചില്ലി ഗാർലിക് സോസ് പോലെ. അപ്പോൾ ഗൈസ്, പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് തെറ്റാണ്. ഞാൻ ഈ സൂപ്പ് പച്ചയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ സൂപ്പല്ലേ, ഇത് ബ്രോത്ത് എടുത്ത് നമ്മൾ ഈ ചോറിലോട്ട് ഒഴിച്ചിട്ട് ഈ സോസെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളെ ഇഷ്ടത്തിന് ഏത് സോസാണ് വേണ്ടത് അത് മിക്സ് ചെയ്ത് കഴിക്കണം. മനസ്സിലായില്ലേ? ഇത് ചോറ് ഒഴിച്ച് കുടിക്കാനുള്ള ബ്രോത്താണ്. എന്നിട്ട് അത് മിക്സ് ചെയ്യണം ഈ ചോറുമായിട്ട്, ഈ ചിക്കനുമായിട്ട് കഴിക്കണം. ഓക്കെ ഗൈസ്, ഞാനത് മിക്സ് ചെയ്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ ചോറിൽ ആ സൂപ്പ് ഒഴിച്ച് കൊള്ളാം. അടുത്ത ഈ ഒരു ചമ്മന്തി സാധനം പോലത്തെ. ഓ എൻ്റെ ആ പൊന്നോ. റെഡ് സോസ് നല്ല എരിയുണ്ട് കേട്ടോ. നമ്മളെ പഴയ കാന്താരി ചമ്മന്തിയൊക്കെ ഇല്ലേ, മറ്റേ മരിച്ചീനി കപ്പേരൊക്കെ കൂടെ കഴിക്കുന്നത് അതേ ടേസ്റ്റ്. ഓ നല്ല എരി. അതാ ഇത് വെളുത്തുള്ളിയാണോ എന്തോ നോക്കട്ടെ. ജിഞ്ചർ ഗാർലിക് സോസ്, പിന്നെ ഒരു ഈ സ്വീറ്റ് സോസാണ് കൊള്ളാമെന്ന്. ഈ സോസ് കൊള്ളാം.
ഒരുമാതിരി ചില്ലി ചിക്കൻ്റെയൊക്കെ ടേസ്റ്റ് ചോറിനോടെ മിക്സ് ചെയ്യുമ്പോൾ. ഈ ഒരു റെഡ് ചമ്മന്തി പോലത്തെ സാധനം ഉണ്ടല്ലോ, പൊളി ഫ്ലേവർ. എൻ്റെ അമ്മു ഒരു രക്ഷയില്ലാത്ത സ്പൈസ് കിക്ക് കേട്ടോ. ഇത് സാധാരണ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ചിക്കനും കൊള്ളാം കേട്ടോ. ചിക്കൻ്റെ ഫ്ലേവർ ഭയങ്കര ഒരു സിന്നമണി സ്റ്റാർ അനീസൊക്കെ ഇട്ട് ഗ്രൈൻഡ് ചെയ്ത പോലത്തെ ഒരു ടേസ്റ്റ്. പക്ഷെ നല്ല രസം, നല്ല റോസ്റ്റ് ചിക്കൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഇത് കൊള്ളാം കേട്ടോ, നല്ല ഫ്ലേവറുള്ള സാധനം കഴിച്ചു. ഈ ഒരു സാധനം ചമ്മന്തി എൻ്റെ പൊന്നോ കഴിച്ചു. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണം, ജസ്റ്റ് ഫോർ ദിസ് സാധനം. ഈ റെഡ് അതും ചോറും കൂടെ കഴിക്കുമ്പോണ്ടല്ലോ ഒടുക്കത്തെ ഫ്ലേവർ കഴിച്ചു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം. അവർ മറ്റേ അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്പൈസസ് ആണ് യൂസ് ചെയ്തേക്കണം. മറ്റേ 5 സ്പൈസസ് അങ്ങനത്തെ എന്തോ സാധനം ചേർത്തേക്കാണ് കഴിച്ചു. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഹൈനാൻ സ്റ്റൈൽ ചിക്കൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ എന്തൊക്കെയാണ് സ്പൈസ് ആഡ് ചെയ്തേക്കണമെന്നുള്ളത് റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തായാലും കഴിക്കാൻ കഴിച്ചു, നല്ല സാധനം, കൊള്ളാം. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡ് അടിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ വീട്ടിൽ പോകണം. അനങ്ങാൻ വയ്യ ഗൈസ്. റൈസ് ബോൾ ഒറ്റയ്ക്ക് എനിക്ക് തിന്നാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. ഇനിവല് ആരെങ്കിലും ഒരാളെ കൂടെ കൊണ്ടുവരാതെ ഞാൻ ഈ ഫുഡ് അടിക്കാനുള്ള പരിപാടിക്ക് ഇറങ്ങില്ല. ഒറ്റയ്ക്ക് അതുകൊണ്ടാണ് ഗൈസ് ഇറങ്ങിയ പണിയാണ്. അതാണ് ഞാൻ ആരെങ്കിലുമൊക്കെ കൂടെ കൂട്ടുന്നത്. എന്തായാലും ഇന്നത്തേക്കുള്ളതായി. ഇനി വീട്ടിൽ എത്തിയിട്ട് കാണാം ഗൈസ്. ഗൈസ് ഇതാണ് കാൻഡീഡ് ജിഞ്ചറാണ് കേട്ടോ. മൗത്ത് ഫ്രഷ്നറായിട്ട് യൂസ് ചെയ്യുന്നതാണ് അവർ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കിട്ടും. അതാണ് സുഷിയിലൂടെയും ജിഞ്ചർ കാണാൻ പറ്റുന്നത്. പാലറ്റ് ക്ലൻസിങ്ങിനാണ്, നല്ല ടേസ്റ്റ്. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. നമ്മളെ ബില്ല് വന്നു ഐശ്വര്യൻ്റെ. ഹായ് സനു, ഹൗ ആർ യു? എൻ്റെ പേര് സെയിം പേരുള്ള കുട്ടിയാണ് കഴിച്ച്. 1670 ആയി. ജി പേ ഒരു മിനിറ്റ് ഞാൻ പേ ആയിട്ട് വരാം. അങ്ങനെ കഴിച്ച് നമ്മൾ ലിറ്റിൽ സോയിൽ നിന്ന് ഫുഡ് അടിച്ച് ഒരു വഴിക്കായി കിറങ്ങി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എൻ്റെ ഫ്രണ്ട് മെസ്സേജ് അയച്ചായിരുന്നു കേസ്. പുള്ളിക്കാരത്തേക്ക് ഹോട്ട് ചോക്ലേറ്റ് കഴിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് ഫാൻസ് ആണ്, അസോസിയേഷൻ്റെ പാർട്ടാണ്. അപ്പം നോർമലി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാറുണ്ട്. സോ എനിക്ക് ഹോട്ട് ചോക്ലേറ്റ് ഇറങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തായാലും പോയി. പുള്ളിക്കാരി ഭയങ്കര ബിസിയാണ് കേസ്. ഭയങ്കര, ഞാൻ ആരാണെന്ന് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വെരി ബിസി പേഴ്സൺ. അപ്പോൾ ഇങ്ങോട്ട് ഹോട്ട് ചോക്ലേറ്റ് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് പറ്റൂല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും കൊണ്ടുപോയി വാങ്ങിച്ച് കൊടുക്കും. എവിടെ നിന്നാണ് കൊടുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലാസ്റ്റ് ടൈം നമ്മൾ ഹയാത്തിലും പോയി അവിടെ നിന്ന് ഹോട്ട് ചോക്ലേറ്റ് കുടിച്ച്, പിന്നെ ഡിസ്ട്രിക്ട് 7 ഹോട്ട് ചോക്ലേറ്റ് കുടിച്ച്, 2 ഹോട്ട് ചോക്ലേറ്റ് ഒറ്റ ദിവസത്തിൽ. ഇനി എനിക്ക് തോന്നുന്നത് കഫിക്കാനയിലെ ഹോട്ട് ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ വാങ്ങിച്ചു കൊടുക്കാം. ഇന്ന് വീണ്ടും നമ്മൾ റിട്ടേൺ കഫിക്കാനയിലോട്ടായിരിക്കും പോകുന്നത് മിക്കവാറും. നോക്കാം എന്തായാലും. അത് അടയ്ക്കണതിന് മുമ്പേ പോയാൽ അതെങ്കിലും കിട്ടും. അപ്പോൾ ശരി കേസ്, ഞാൻ പോയി പിക്ക് ചെയ്തിട്ട് നേരെ ഹോട്ട് ചോക്ലേറ്റിൻ്റെ അവിടെ പോട്ടെ. ബൈ. ഇത്രയും നേരം മൈക്ക് ഓൺ ചെയ്യാതെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നെ ഒന്ന് കൊല്ലൂ. ഞാൻ മൈക്ക് ഓൺ ആക്കാതെയാണ് ഇത്രയും നേരം സംസാരിച്ചത്. എന്റെ വോളിയോ ഒക്കെ കിട്ടിയോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ ഗൈസ്, ഒരു മിനിറ്റ്. ഗൈസ് ഇത്രയും നേരം റെക്കോർഡൊക്കെ ചെയ്ത്, ഇതാണ് ഗൈസ് നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് പാർട്ട്ണർ. റിപ്പീറ്റ് ഷൂട്ട്, ടേക്ക് 2 ഗൈസ്. നമ്മൾ ആക്ച്വലി നേരത്തെ ഒരു വലിയ സിനിമ എടുത്ത് ഇവിടെ വന്നിട്ട് എന്നിട്ടാണ് മനസ്സിലായത് മൈക്ക് ഓൺ അല്ലായിരുന്നെന്ന്. വീണ്ടും മൈക്കിന്റെ ഇഷ്യൂ ഗൈസ്. വിളിക്കാം. നേരത്തെ ഒരു പയ്യൻ നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന പയ്യന്റെ ഫാൻ എന്താ, ആ പയ്യന്റെ ഫ്രണ്ട് UK ആള് നമ്മുടെ എന്റെ ഫാനല്ല, എന്റെ ഷോ എന്തോടെ അവര് പറയണ, എന്റെ വ്ളോഗ് കാണുന്ന ആരോ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ ആ ഒരു സബ്സ്ക്രൈബറിന് ഹായ് ഒക്കെ കൊടുത്ത് കുറെ സംസാരിച്ചിട്ടൊക്കെ ഇപ്പൊ നോക്കിയപ്പം മൈക്ക് ഓൺ ചെയ്യില്ല ഗൈസ്. തേഞ്ഞ്. ഇത് എനിക്ക് ഉള്ള ഒരു പരിപാടിയാണ് ഗൈസ്. നല്ല ഹോട്ട് ചോക്ലേറ്റ്. ഇതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി, അതൊന്നും ഇനി ഇടാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, ഇതാണ് എന്റെ ഹോട്ട് ചോക്ലേറ്റ് പാർട്ട്ണർ. എങ്ങനെയുണ്ട് ഹോട്ട് ചോക്ലേറ്റ്? ടേക്ക് 3. ചേഴ്സ്. നമ്മളിങ്ങനെ ടേക്ക് എടുത്തോണ്ടിരിക്കും. ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും സോർട്ട് ഔട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം പോയത് ഹയാത്തും ഡിസ്ട്രിക്ട് 7. സോ ഇന്ന് നമ്മൾ നേരെ കഫിക്കാനേ പോയപ്പം അവിടെ ഹോട്ട് ചോക്ലേറ്റ് ഇല്ല, ചോക്ലേറ്റ് തീർന്നു. സോ അവരുടെ സ്റ്റോക്കില്ല. അപ്പോൾ അവരുടെ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കോസ് കഫേയിൽ വന്നിട്ട് ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ചെയ്തു. ഇറ്റ് ഈസ് ആക്ച്വലി നൈസ്, ഡീസൻറ്റ് ഹോട്ട് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ്. പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. ശരി, നോർമൽ. ഹോട്ടൊക്കെയാണ് ചോക്ലേറ്റ്സ്, ഹോട്ടും ചോക്ലേറ്റും. പുള്ളിക്കാരി നേരത്തെ സിന്നമണൊക്കെ വേണമെന്നാണ്. സിന്നമണും മറ്റേ ഏലക്കയും ഗ്രാമ്പും ഒക്കെ ഇട്ടോണ്ട്
ഇതിൻ്റെ അകത്ത് ഹോട്ട് ചോക്ലേറ്റ് പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഗൈസ്. പക്ഷെ കൊള്ളാം, നമ്മൾ കാര്യം നടന്നു. എന്തായാലും സക്സസ്ഫുള്ളി മിഷൻ അക്കംപ്ലിഷ്ഡ്. നാളെ നമ്മൾ എക്കോ കാണാൻ പോകും. ഇന്ന് രാത്രി ഞാൻ എക്കോയ്ക്ക് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് നോക്കിയപ്പം കണ്ടില്ലായിരുന്നു ഗൈസ്. ഞാൻ വെച്ചാൽ ഓൾറെഡി പോയെന്ന് പേടിച്ചിരിക്കുകയാണ്. ബട്ട് ടുമോറോ ദർ ഈസ് ഷോ. നാളെ ചിലപ്പോൾ അത് പോയാൽ പണിയാണ്, പിന്നെ കാണാൻ പറ്റത്തില്ല. തിയേറ്ററിൽ തന്നെ കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മൂവി ഇൻഡസ്ട്രിയിലുള്ള ഒരാളുമായിട്ട് കാണാൻ പോകും ഗൈസ്. കളങ്കാവലിൽ നിന്ന് ജീവനോടെ ഞാൻ രക്ഷിച്ചുകൊണ്ട് വന്നതാണ് മമ്മൂക്കാരെ കയ്യിൽ നിന്ന്. കണ്ടാ, നിങ്ങൾ ആ സിനിമയിൽ ജീവനോട് കൊല്ലുന്ന കണ്ടില്ലല്ലോ, അതാണ് ഞാൻ രക്ഷിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ഹോട്ട് ചോക്ലേറ്റും കൂടെ അതാണ് ഗൈസ്. വി ഹാവ് സക്സസ്ഫുള്ളി റെസ്ക്യൂഡ് വൺ ഓഫ് ദ വിക്ടിംസ്. പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? No. How was the experience with the Mammootka? Seriously, like your first time, no, with the Mammootka? അതെ, ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നത് അതിനു മുമ്പ് ലൈക്ക് ഐ തിങ്ക് എൻ്റെ നമ്മുടെ കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ പ്രീമിയറിന്റെ സമയത്ത് ടീസർ ലോഞ്ചിന്റെ അന്ന് എവറിബഡി വാസ് ലൈക്ക് ഞാൻ മമ്മൂക്കയുടെ കൂടെ 2 സിനിമ ചെയ്തിട്ടുണ്ട്, 4 സിനിമ ചെയ്തിട്ടുണ്ട്, 5 സിനിമ ചെയ്തിട്ടുണ്ട്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടാ. ഇറ്റ് ഈസ് എ ബിഗ് തിങ് ഫോർ എവറിബഡി. ഞാൻ ചാടിയിട്ടല്ല, ലൈക്ക് ഫോർ മീ ഇറ്റ് വാസ് ലൈക്ക് ഫോർ ദം ഓൾസോ ലൈക്ക് അവരുടെ ലൈഫിലും ചാടിയിട്ടല്ല ഷോപ്പായിട്ട് കാണാൻ. താങ്ക് യു സാർ. അല്ല, വാട്ട് ഐ മീൻ ഇസ് ലൈക്ക് അവർക്കും ആസ് എൻ ആർട്ടിസ്റ്റ് ഐ തിങ്ക് അവർക്കും ഇറ്റ് വിൽ ബി ലൈക്ക് അച്ചീവിങ് സംതിങ് ഇൻ ദർ ലൈഫ്. ഇറ്റ്സ് ലൈക്ക് വർക്കിംഗ് വിത്ത് മമ്മൂക്ക. സോ ഫോർ മീ ഇമാജിൻ ഐ ഡിഡ് രേഖാചിത്രം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ദേഴ്സ് എ പക്ക ഫ്രെയിം ഷോട്ട് വേർ മമ്മൂക്കയുടെ AI ഉപയോഗിച്ചേക്കുന്നത്. And I am there and I was like, I just acted with half of Mammootka. I was like, you acted with AI Mammootka. Like I am the one who acted with AI Mammootka. അത് ആയപ്പോഴത്തേക്കും I was like, I wish I could get little more. അങ്ങനെ one random day I got a call from the production and they are like, മമ്മൂക്കയുടെ കൂടെ ഒരു ഫ്രെയിം ഉണ്ട് and they are like, make അങ്ങനെ ഒറ്റൊരു ഡയലോഗ് അങ്ങനെ ഉള്ളൂ. I was like, മമ്മൂക്കയുടെ കൂടെ ഉള്ളത് ഓടിച്ചാടി obviously മരിക്കാൻ തയ്യാറെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടം. Yeah, like I'll get to share my screen with Mammootka. I was like, അതും ഇത്ര നല്ല സബ്ജക്റ്റിലും ആയപ്പോഴത്തേക്കും I was like, മസ ആ ഗയാ like when I saw it. And ഇപ്പോഴത്തെ സെലിബ്രേഷൻ ഓൾസോ സെലിബ്രേഷൻ ആണല്ലോ അതിന്റെ കാണണം. Again another chance to meet a megastar. I wish like ഞാൻ like I so badly personally wish that happens. അടുത്ത വരാൻ പോകുന്നത് സ്പാ is there. Ambridge and Third title is Spa. SPA. Yeah, SPA. Spa. Yeah, it is. The subject also like they talk about what happens in spa life. അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ്. I'm kind of confused. It's not investigation. It's not a drama because നമ്മുടെ കൊച്ചി സ്പാ. അമ്മ അപ്പോൾ പിന്നെ എനിക്ക് പോയിക്കാൻ. I don't. Sanu, how do you know about this? No, I want to know how. No. I want to know newspaper വായിക്കുന്നതോ general. Okay. Generic news ആണ്. Okay. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളൊരു സെലിബ്രിറ്റി ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ സക്സസ്ഫുൾ ഫസ്റ്റ് സെലിബ്രിറ്റി ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നു. വേറെ ആരും ഇന്റർവ്യൂ ചെയ്തൊരു ഓർമ്മ എനിക്കില്ല എൻ്റെ വ്ളോഗിൽ. This is not how we were supposed to work, okay? we were planning lot of things. ഗൈസ്, മേഘ തോമസിനെ അറിയാമെന്നുള്ളവർ ഈ വ്ളോഗിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ഹൂവർ ഹാവ് സീൻ ഹർ മൂവീസ്. ഭീമൻ്റെ വഴി, പിന്നെ എന്തോന്ന് അതിൻ്റെ പേര്, എന്തോ കോക്കച്ചി ഉണ്ടല്ലോ, 5 കള്ളക്കോക്കൻ. പിന്നെ വേറെ ഏതാ, രേഖാചിത്രം എവരിബഡി മൈറ്റ് ഹാവ് സീൻ ഹർ. ലൈക്ക് മറ്റേ നഴ്സ് എന്തോ നണ്ണിൻ്റെ വേഷത്തിൽ. പിന്നെ വേറെ ദർ ആർ സോ മെനി മൂവീസ്. ഹൃദയത്തിലുണ്ടോ? ആരായിട്ട്? അപ്പോൾ ഗൈസ് കുറേ പടത്തിൽ അഭിനയിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. എന്നിട്ടാണ് പുള്ളിക്കാരി ഭയങ്കര മോഡസ്റ്റ് ആണ് കേട്ടോ, ആർക്കും അറിഞ്ഞുകൂടാന്ന്. എല്ലാവരും വന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ആദ്യത്തെ സെലിബ്രിറ്റി ഇന്റർവ്യൂ സെറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ അവിടെ ഒന്ന് ഒത്തി നോക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കട്ടെ, ഇല്ലെങ്കിൽ അത് കോൾഡ് ചോക്ലേറ്റ് ആവും. പെട്ടെന്ന് ഒരൊറ്റ വലിക്കാൻ കുടിച്ച് തീർത്തിട്ടല്ലേ. ആണ്ടാ പുള്ളിക്കാരി ഇവിടെ യായ പറയാൻ വേണ്ടി വന്നത്. വ്ളോഗിൽ എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞൂടെ അല്ലേ? ഫസ്റ്റ് ടൈം ആണോ വ്ളോഗിൽ? എനി അതർ വ്ളോഗ് യു ഹാവ് ബീൻ? ഓ വാവ് ഗൈസ്, നമ്മളങ്ങനെ ഒരു സെലിബ്രിറ്റിയെ വ്ളോഗിലോട്ട് കൊണ്ടുവന്നതിന് ക്രെഡിറ്റും കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. പുള്ളിക്കാരി നല്ല ഫുഡിയാണ് എന്നെ പോലെ. നമ്മൾ ഫുഡ് എക്സ്പ്ലോറേഷനാണ് മെയിൻ. പിന്നെ ഇപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് എക്സ്പ്ലോറേഷനും ഹോട്ട് ചോക്ലേറ്റ് എക്സ്പ്ലോറേഷൻ പ്ലസ് ജിമ്മിൽ ചേരണം എന്ന് പറയുന്നത് ഫുൾ ഓൺ പ്ലാൻസ് ആണ്.
എല്ലാ ജിമ്മുകളും പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് ആക്ച്വലി ഷീ ജോയിൻ ജിം. ഞാൻ ഇതുവരെയായിട്ടും പോയി തുടങ്ങിയിട്ടില്ല ഗൈസ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒരു മോട്ടിവേഷനായിട്ട് എടുത്തിട്ട് ഞാനും പോയി തുടങ്ങും. ആക്ച്വലി ജാനുവരി ഫസ്റ്റ് വീക്ക് എന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ 2 കാലും ജിമ്മിൽ വെച്ചിരിക്കും. ഇതെൻ്റെ വാക്കാണ്, കണ്ടറിയാം. അതിനുശേഷം പിന്നെ ഫുഡൊക്കെ വളരെ നോർമൽ. ഇടയ്ക്ക് വല്ലതും ഒരു നേരം വല്ലതും വന്നിട്ട് ഞാൻ ചിലപ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നിരിക്കും. 6 മാസം 6 മന്ത്സ് ഒരു പ്രോഗ്രാമാണ് എൻ്റെ പ്ലാൻ. ഈ ഒരു 6 മന്ത്സിൽ എന്തെങ്കിലുമൊക്കെ ആവണം, അതാണ് എൻ്റെ പ്ലാൻ. അങ്ങനെയുണ്ട് ഹോട്ട് ചോക്ലേറ്റ്. അമ്മ അങ്ങനെ എന്തോ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. സത്യാവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ കഴിച്ചതിൻ്റെ അത്ര പോരാ നമുക്ക്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഫിക്കാനേ ആയിരുന്നു പ്ലാൻ. അവിടെ സ്റ്റോക്ക് തീർന്നുകൊണ്ട് നമ്മളിങ്ങോട്ട് വന്നതാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ആ സ്റ്റോക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും പോയി അവിടത്തെ ട്രൈ ചെയ്യും. ഇത് നമ്മളൊന്ന് വൈകുന്നേരം മാച്ച കുടിച്ച പോലെയാണ്. മാച്ചയിൽ ഓട്ട് മിൽക്ക് ആയിരുന്നു, അതുകൊണ്ട് ഓട്ട് മിൽക്കിന്റെ ടേസ്റ്റ് ആയിരുന്നു മൊത്തം. അപ്പൊ ഏകദേശം അതേ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഈ പാലിന്റെ ടേസ്റ്റ് എനിക്ക് കുറച്ച് ഓവർ പവറിംഗ് ആണെന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ ഗൈസ്. കുഴപ്പമില്ല, നമ്മൾ പുതിയ ഹോട്ട് ചോക്ലേറ്റ് സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അവിടെ പോയി കുടിക്കുന്നതായിരിക്കും. അതായത് ബൂസ്റ്റർ ചായയിലായിരിക്കും. അതല്ലേ, അവിടെ പോണോ? അവിടെ കുടിക്കാനുള്ള ആരോഗ്യം ഉണ്ടാ? ഓ മൈ ഗോഡ്, ഐ നോ. ലാസ്റ്റ് ടൈം 2 എണ്ണം കുടിച്ച ആ ഡിസ്ട്രിക്ട് 7 ഹയാത്തിൻ്റെത് 2 കുടിച്ചപ്പോഴേക്കും എനിക്ക് മനസ്സിലായി. ഓ സത്യം, അന്ന് നല്ല തിക്ക് ഹോട്ട് ചോക്ലേറ്റാ. അപ്പം എൻ്റെ ഏതോ ഒരു സബ്സ്ക്രൈബർ പുള്ളിയുടെ ഫ്രണ്ടാണ്, UK ലക്ഷ്മി എന്ന് പറയുന്ന സബ്സ്ക്രൈബർ. ഫാൻ ഗേൾ ഒന്നും അല്ല, കാണുമായിരിക്കും. ഇപ്പോടാ ചുമ്മാ ഓവറാക്കണ്ട. അപ്പം ഗൈസ്, അപ്പം ഹായ് ലക്ഷ്മി, താങ്ക് യു സോ മച്ച്. എൻ്റെ വ്ളോഗ് കാണുന്നുണ്ടെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. എൻ്റെ പുള്ളി ഇതാണ് സുഖമായിട്ടൊക്കെ ഇരിപ്പുണ്ട്. പുള്ളി ഭയങ്കര അപ്പം ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഫുൾ ലൈറ്റഡ് അപ്പ് ആയിട്ടുള്ള സ്ഥലമാണ് ഗൈസ്. കണ്ട, അല്ല വൻ ഫെസ്റ്റീവ് വൈബ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ക്രിസ്മസ് ട്രീയും കൂടെ ഒക്കെ ആകുന്നത് അവിടെ ഉണ്ടോ? ആണോ? ഞാൻ കണ്ടില്ല ഗൈസ്. അതും കൂടെ കണ്ടിട്ട് പോവാം. ഓ വാവ്, ഐ ഡിഡ്ന്റ് സീ ദിസ്. ഓ സെറ്റ് ഗൈസ്, അടിപൊളി. ഓ ഇത് ക്രിസ്മസ് ട്രീ ഉണ്ട്. ഓ ഇതെന്തോന്നു, ലാൻഡ് ആണോ? വളരെ അടിപൊളി ഏട്ടാ, സൂപ്പർ ഏട്ടാ, ഐ ലൈക്ക് ഇറ്റ്. ഇറ്റ്സ് ലൈക്ക് എ വെരി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പരിപാടീസ്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഏട്ടാ. ഇത് മിറർ സെൽഫിക്കുള്ള ഹായ് ഗൈസ്. ഇതൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് ഡെക്കറേഷൻസ്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്, ഐ ലൈക്ക് ഇറ്റ്. നല്ലൊരു ട്രീ ഉണ്ട്. ആൻഡ് ക്രിസ്മസ് സീസൺ ഹാസ് സ്റ്റാർട്ടഡ്. എല്ലാവരുടെയും ഫേവറേറ്റ് മന്ത് ഡിസംബറാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് മന്ത് ഡിസംബറാണ്. എൻ്റെയും ഫേവറേറ്റ് മന്ത് ഡിസംബറാണ്. ബിക്കോസ് ഈ ഒരു ക്രിസ്മസ് എന്ന് പറയുന്ന സാധനം പൊളിയാണ് ഗൈസ്, അടിപൊളിയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മാസം എനിക്ക് തോന്നുന്നു ഈ ഒരു മാസമാണെന്ന് തോന്നുന്നു. അങ്ങനെ മേഘ ഫുൾ ഹാപ്പി ആയിട്ട്, ലൈറ്റ് ഒരുമാതിരി മറ്റേ എവിടെയോ എത്തിപ്പെട്ട മറ്റേ കൊച്ചു പിള്ളേരെയൊക്കെ പോലെ. കണ്ടു. മിററിൽ ആ ഒരു ഗ്രീൻ സ്റ്റാർ ഉണ്ട് ഗൈസ് എൻ്റെ ബാക്കിൽ. പക്ഷെ കൊള്ളാം കേട്ടോ. റെഡ് ഇസ് ദർ തീം. അല്ല ഇതാരാണ് എൻ്റെ പൊന്നോ? ദേഹോപദ്രവം തുടങ്ങി. എന്താണ് നീയാണ് ഈ ലൈറ്റൊക്കെ ഇട്ടെന്നൊക്കെ പറഞ്ഞത്? ഞാൻ അറിഞ്ഞായിരുന്നു ചെറിയൊരു ഇവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നല്ലേ. ഞാൻ വിചാരിച്ച് കോയമ്പത്തൂരൊക്കെയാണ്. ഓ ഐ സി ഗൈസ്. ഇത് ഭയങ്കര വലിയ മോഡലാണ് കേട്ടാ. നമ്മൾ പണ്ട് ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോട്ടോ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അത് പറയാൻ വരെയായിരുന്നു. ഫോട്ടോ ഉടനെ കിട്ടും, അത് ഞാൻ പോസ്റ്റ് ചെയ്യും. നോക്കിയോ, അത് ലുക്ക് വരെ മാറിപ്പോയിട്ടാ. അത് ഇനി ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാവില്ലടി. വേറെ ലെവലായി. നമുക്ക് വേറെ ഷൂട്ട് ചെയ്യാം. നമുക്ക് എടുത്ത ഉടനെ അപ്പം തന്നെ പോസ്റ്റ് ചെയ്യും. എന്ത് പറയുന്നത്, ആ ദിവസം തന്നെ. എന്ത് പറയുന്നത്, പുതിയ ഓഫർ. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. നീയാണ് ഡെക്കറേറ്റ് ചെയ്തത് മൊത്തം? ഫുൾ പ്ലാൻ ചെയ്തതാ? ഓ മൈ ഗോഡ്. ആണോ? ഓ പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി. കണ്ടോ, കണ്ട ക്രിയേറ്റീവ് ആൾക്കാർ എന്താ അല്ലേ. നൈസ്. അപ്പൊ ടാറ്റ, പോവാണോ? ഓ പണിയെടുക്കുന്ന. ഓക്കെ ഗായ്സ്, അപ്പൊ ശരി, ബൈ. കൊള്ളാല്ലേ? ഈ റിബൺ തറയെ വീണാണോ? അതാ ഇങ്ങനെ ഇട്ടേക്കണാണോ? ഓ ജയന്റ് റിബൺ ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് നൈസ്. ഫുൾ ലൈറ്റ്സ്. രസമുണ്ടല്ലേ? അടിപൊളി, രക്ഷയല്ല ഗൈസ്. കഫേയുടെ മുകളിൽ കണ്ട
സ്റ്റാർ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ. സോ ഗുഡ്. ആരെങ്കിലും വേണമെങ്കിൽ കോസ് ചെയ്തൊന്ന് വേണമെങ്കിൽ ക്രിസ്മസ് ഫീലിംഗ് വേണമെന്നുണ്ടെങ്കിൽ. മേഘയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്റ്റാറും ട്രീയും ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഓ നൈസ്. ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ വന്നുകൊണ്ട് അറിഞ്ഞ് ഇത്രയും ഡെക്കറേറ്റഡ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തേക്ക് ഓക്കെ ഡൺ. വേണമെങ്കിൽ ബൈ പറഞ്ഞോ. ബൈ.